നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അംഗോളയ്ക്കെതിരെയുള്ള മത്സരത്തിന് അർജന്റീനയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ചില സർപ്രൈസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്കലോനി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സ്ക്വാഡ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ടാപ്പി ഒരു പ്രഖ്യാപനം നടത്തി. അൺയൂഷ്വൽ ആയിട്ടുള്ള പ്രഖ്യാപനമാണത്. അതായത് ഡൊമസ്റ്റിക് ലീഗിലെ ഒരു കളിക്കാരനെയും സ്കലോനി വിളിക്കില്ല എന്ന്. അതിൻ്റെ കാരണം നമുക്കറിയാം. ഡൊമസ്റ്റിക് ലീഗ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരികയാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ലി മത്സരത്തിന് താരങ്ങളെ വിളിക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് പോയി. അത് കോച്ച് പറയുന്നതിന് മുമ്പ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് വെളിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ പ്രധാനമായും സ്ക്വാഡ് വരുമ്പോൾ ഉണ്ടായ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ജോക്കിൻ പനിഷിലിയെ സ്ക്വാഡിലേക്ക് എടുത്തു. ജിയാലുക്ക പ്രസ്റ്റിയാനി വന്നു. മാക്സിമോ പെറോഡ് വന്നു. അതോടൊപ്പം തന്നെ വാലന്റിൻ ബാർക്കോ സ്ക്വാഡിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. സോ സർപ്രൈസുകൾ നിറഞ്ഞൊരു കോളപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അക്യൂജ ഇല്ല, പരേഡസ് ഇല്ല. അത് സ്വാഭാവികം. കാരണം ഡൊമസ്റ്റിക് ലീഗിലെ താരങ്ങൾ വേണ്ടെന്ന് തീരുമാനിച്ചാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സോ ഇതിൽ ജോക്കിൻ പനിഷലി സ്ക്വാഡിലേക്ക് വരുന്നു. അദ്ദേഹത്തിൽ വലിയ വിശ്വാസം എന്തായാലും കോച്ചിനുണ്ട് എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. റിവർ പ്ലേറ്റിലൂടെ വളർന്നു വന്നിട്ടുള്ള താരമാണ്. ഏതായാലും സ്ട്രാസ്ബർഗിൽ വളരെ മികച്ചൊരു സീസണാണ് 23-കാരനായിട്ടുള്ള താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബെസ്റ്റ് ടൈമാണ്. ബെസ്റ്റ് ടൈമിൽ സ്ക്വാഡിലേക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കോള് പ്രസ്റ്റിയാനിയുടേതാണ്. അണ്ടർ 19, ജസ്റ്റ് 19 ഇയേഴ്സേ പ്രായമുള്ളൂ. അണ്ടർ 20 വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം പ്രസ്റ്റിയാനിയെ അധികം സ്ക്വാഡിലേക്ക് എടുക്കുന്നു. അത് കൂടാതെ പിന്നെ പെറോണിനെ സ്ക്വാഡിലേക്ക് എടുക്കുന്നു. 22-കാരനായിട്ടുള്ള താരം, ലെഫ്റ്റ് ഫൂട്ടഡ് മിഡ്ഫീൽഡർ. അദ്ദേഹം വെലസിലൂടെ വളർന്നു വന്നയാളാണ്. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ പോയി, അവിടെ നിന്ന് കോമോയിൽ പോയിട്ട് ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. സോ കോമോയിലെ മറ്റൊരു താരം നിക്കോപാസിനെ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. നിക്കോപാസ് ഇപ്പോൾ ടീമിലെ എസെൻഷ്യൽ പ്ലെയറായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം പെറോണിനെ കൂടി വിളിച്ചിരിക്കുന്നു. അതൊരു സർപ്രൈസിങ് കോളായിരുന്നു. അത് കൂടാതെ തന്നെ ഇപ്പോൾ ബാർക്കോയെ സ്ക്വാഡിലേക്ക് വിളിക്കുന്നു. ബാർക്കോ നമുക്കറിയാം അർജന്റീന ടീമിന് വേണ്ടി ഇപ്പോൾ എൽ സാൽവഡോറിനെതിരെ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. 2024 മാർച്ചിൽ 34 മിനിറ്റ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില സർപ്രൈസിങ് കോളുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആബ്സെൻറ്റീസ് ഉണ്ട്. ആബ്സെൻറ്റീസ് ഈ അർജന്റീൻ ഡൊമസ്റ്റിക് ഫുട്ബോൾ കളിക്കുന്ന താരങ്ങളാണ് പ്രധാന ആബ്സെൻറ്റീസ്. കൂടാതെ എമിലിയാനോ മാർട്ടീനസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ട് ഒഴിവാക്കിയതാണ്. മറ്റു ഗോൾ കീപ്പർമാർക്ക് പ്ലേയിങ് ടൈം കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് ആ ഒരു തീരുമാനം നടത്തിയിരിക്കുന്നത്. ഏതായാലും തീർത്തും വ്യത്യസ്തമായ രൂപത്തിലുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോഴും പ്രധാന താരങ്ങൾ അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട്. ലയണൽ മെസ്സി, റോദ്രിഗോ ഡി പോൾ, ക്രിസ്ത്യൻ റൊബേറോ, ഹുലിയൻ ആൽവാരസ്, ലൗട്രോ മാർട്ടിനസ്, നിക്കോളാസ് ഓട്ടാമെന്റി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, നിക്കോളാസ് ഗോൺസാലസ്, ജിയോവാനി ലോ ചെൽസോ, ഇങ്ങനെ പ്രധാന താരങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സ്കലോനിയുടെ ഈ ഒരു കോളപ്പ് വന്നിട്ടുള്ളത്. ലുവാൻഡയിലാണ് അങ്കോളയ്ക്കെതിരെ ഈ മാസം 14 അർജന്റീന കളിക്കുന്നത്. മുഴുവൻ സ്ക്വാഡ് നോക്കാം. ജെറോണിമോ റുള്ളി, വാൾട്ടർ ബെനീറ്റസ്, നാഹുൽ മോളിന, യുവാൻ ഫോയ്ത്ത്, ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ഓട്ടോമെന്റി, മാർക്കോ സെൻസി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, വാലന്റിൻ ബാർക്കോ, അലക്സിസ് മക്കലിസ്റ്റർ, മാക്സിമോ പെറോണ, റോഡ്രിഗോ ഡി പോൾ, യാഗോ അൽബേഡ, ജിയോവാനി ലോ ചെൽസോ, നിക്കോളാസ് പാസ്, ലയണൽ മെസ്സി, ഹുലിയാനോ സിമിയോണി, ജിയാലുക്ക പ്രസ്റ്റിയാനി, നിക്കോളാസ് ഗോൺസാൽസ്, ലൗട്രോ മാർട്ടിനസ്, ഹോസെ മാനുവൽ ലോപ്പസ്, ഹുലിയൻ ആൽവാരസ്, ജോക്കിൻ പനിഷേലി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.